പാറകളിലൂടെ ചിതറിത്തെറിച്ചൊഴുകുന്ന വെള്ളത്തുള്ളികൾ, തെളിനീരൊഴുകുന്ന അരുവിയിൽ നീന്തി തുടിക്കുന്ന പരൽമീനുകൾ, നനുത്ത കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന കർപ്പൂരഗന്ധം, പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവും പൊഴിഞ്ഞു വീഴുന്ന ഇലച്ചാർത്തുകളും ചിരിച്ചു നിൽക്കുന്ന കാട്ടുപൂക്കളും പറഞ്ഞു വരുന്നത് പ്രകൃതിയുടെ സൗന്ദര്യവും ഭക്തിയുടെ നിറവും ഒത്തുചേർന്ന മനോഹരമായ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് പഞ്ചായത്തിൽ കളത്തൂരിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ഈ ക്ഷേത്ര പരിസരം സമ്മാനിക്കുന്നത് മനസ്സിൽ നിന്ന് മായാത്ത കാഴ്ചയാണ്. ഈ സമയത്ത് ഇവിടേക്ക് സന്ദർശകരുടെ പ്രവാഹമാണ്. ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലൂടെ നിറഞ്ഞൊഴുകുന്ന അരുവിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ക്ഷേത്രത്തിന് മുന്നിലായി മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്. ഈ അരുവി മുറിച്ച് കടന്നു വേണം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ. അരുവി കടന്ന് കൽപ്പടവുകൾ കയറി ക്ഷേത്രമുറ്റത്തെ കൽവിളക്കിന് മുന്നിലെത്തിയാൽ കൈകൾ കൂപ്പി പാതി അടഞ്ഞ മിഴികളുമായി തൊഴുതു നിൽക്കുന്ന ഭക്തർ. സ്വയംഭൂവായ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇരട്ട ശ്രീകോവിലാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. സുബ്രഹ്മണ്യസ്വാമിക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണുള്ളത്. നെയ്വിളക്കും ധാരയുമാണ് പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിനുള്ളിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട്. വിവാഹ തടസ്സം മാറാനും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുമായി ഗണപതി സ്വാമിക്ക് തുടർച്ചയായ 7 വെള്ളിയാഴ്ചകളിൽ ഒറ്റയപ്പ നിവേദ്യം സമർപ്പിച്ചാൽ മതിയെന്നാണ് ഭക്തരുടെ വിശ്വാസം. മഹാദേവനെ തൊഴുതിറങ്ങിയാൽ പത്നിപുത്ര സമേതനായി അനുഗ്രഹമരുളുന്ന ശാസ്താവിനെ ഇവിടെ കാണാം. പത്നി പ്രഭയ്ക്കും പുത്രൻ സത്യകനും ഒപ്പമാണ് ഇവിടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. സമീപത്തായി നാഗദൈവങ്ങളുമുണ്ട്. യക്ഷിയമ്മയെയും ഭദ്രകാളിയെയും വണങ്ങി സുബ്രഹ്മണ്യസ്വാമിക്കരികിലെത്താം. പഞ്ചാമൃതവും പാലഭിഷേകവും ഒറ്റ നാരങ്ങാമാലയുമാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ നടയിലെ പ്രധാന വഴിപാടുകൾ. ഷഷ്ഠി പ്രദോഷ ദിവസങ്ങൾക്കും ഇവിടെ ഏറെ പ്രാധാന്യമുണ്ട്. മഴക്കാലമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. മഴ കനത്താൽ ക്ഷേത്രമുറ്റത്തും നാലമ്പലത്തിനുള്ളിലും വെള്ളമെത്താറുണ്ട്. ക്ഷേത്രത്തിന് മുന്നിലൂടെ അരുവി ഒഴുകുന്നത് കൊണ്ടാണ് അരുവിക്കൽ എന്ന പേര് ലഭിച്ചതെന്നാണ് ഐതിഹ്യം. വെള്ളച്ചാട്ടത്തിനടിയിലായി ഒരു ഗുഹയുള്ളതായും പഴമക്കാർ പറയപ്പെടുന്നു. ശിവരാത്രി, കർക്കിടക വാവ് ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നത്. വാവ് ദിനത്തിൽ ബലിതർപ്പണത്തിനായി നൂറുകണക്കിന് ഭക്തർ ഇവിടെ എത്താറുണ്ട്. പ്രകൃതി ഒരുക്കിയ മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ച കാണാനും ചിത്രങ്ങളും വീഡിയോകളും പകർത്താനുമായി നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. അരുവിക്കൽ മഹാദേവനെ തൊഴുതു മടങ്ങുമ്പോൾ മനസ്സിൽ വിശുദ്ധിയുടെ ചന്ദനഗന്ധവും ഭക്തിയുടെ നൈർമല്യവും മാത്രം. അരുവിക്കലിൽ നിന്ന് യാത്ര തിരിച്ചാൽ അധികം ദൂരെയല്ലാതെ മറ്റൊരു മനോഹര കാഴ്ച കൂടിയുണ്ട്. കുടുംബവും കുട്ടികളുമായും കൂട്ടുകാരുമായും ഒരു ദിവസം മുഴുവൻ അടിച്ചു പൊളിച്ചു പോയി വരാൻ പറ്റുന്ന ഇടം. കൂത്താട്ടുകുളം നഗരത്തിൽ നിന്ന് കുറച്ച് മാത്രം ദൂരത്തായി പാമ്പാക്കുട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അരീക്കൽ വെള്ളച്ചാട്ടം. കിഴക്കൻ മലനിരകളിൽ നിന്നൊഴുകിയെത്തുന്ന വെള്ളം 100 അടിയോളം താഴെയുള്ള കരിമ്പാറ കൂട്ടങ്ങളിൽ പതിച്ച് ചിന്നിച്ചിതറി വെള്ളക്കുമിളകൾ ഉതിർത്ത് പായുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. വളരെ അടുത്ത് ചെന്ന് വെള്ളച്ചാട്ടം കൺകുളിർക്കെ കാണാൻ കഴിയുമെന്നതാണ് അരുവിക്കലിലെ പ്രത്യേകത. വേണമെങ്കിൽ ഇറങ്ങി കുളിക്കുകയുമാകാം. അല്പമൊന്ന് സൂക്ഷിച്ചാൽ അപകട സാധ്യത തീർത്തും ഒഴിവാക്കാം. പാമ്പാക്കുട പഞ്ചായത്തിലെ 3 മുതൽ 6 വരെയുള്ള വാർഡുകൾ സംഗമിക്കുന്ന പിറമാടത്താണ് പ്രകൃതിദത്തമായ ഈ വെള്ളച്ചാട്ടം. ഗ്രാമീണ കാർഷിക മേഖലയായ പാമ്പാക്കുടയുടെ പ്രധാന വരുമാന മാർഗമായി അരുവിക്കൽ വെള്ളച്ചാട്ടം മാറുകയാണ്. യാത്രക്കാർക്കായി പരിമിതമായ സൗകര്യങ്ങൾ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. പടികളിറങ്ങി വെള്ളച്ചാട്ടത്തിനടുത്തെത്താം. പടികൾ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ളവർക്കായി താഴെ നിന്ന് നടന്നെത്താനും സൗകര്യമുണ്ട്. വെള്ളച്ചാട്ടം അടുത്ത് കണ്ട് ആസ്വദിക്കാനായി വെള്ളച്ചാട്ടത്തിന് മുന്നിൽ ചെറിയൊരു നടപ്പാലമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. രാവിലെ 8-ന് ഈ കേന്ദ്രം തുറക്കും. വൈകിട്ട് 6 വരെ പ്രവേശനമുണ്ട്. പ്രവേശന ഫീസ് 20 രൂപയാണ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫീസില്ല. സാധാരണ ദിവസങ്ങളിൽ ശരാശരി 600ഓളം പേർ വെള്ളച്ചാട്ടം കാണാൻ എത്തുന്നുണ്ടെന്നാണ് ഈ പഞ്ചായത്തിൻ്റെ കണക്ക്. അവധി ദിവസങ്ങളിൽ തിരക്ക് വളരെ കൂടുതലാണ്. മൺസൂൺ ഇഷ്ടമുള്ളവർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന ഇടങ്ങളിലേക്ക് ഇനിയും ഞങ്ങളോടൊപ്പം യാത്ര തുടരാം. ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി.